ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങളങ്ങേ വാഴ്ത്തുന്ന കർത്താവേ, സ്തുതിക്കുന്ന ദൈവമേ, ഈ സന്ധ്യാസമയം കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് അടുത്ത് വരുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി ഞങ്ങളങ്ങേ വാഴ്ത്തുന്ന കർത്താവേ, സ്തുതിക്കുന്ന ദൈവമേ. കർത്താവെ, കഴിഞ്ഞ ദിനത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ആരാധനയ്ക്ക് ശേഷം ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് അടുത്ത് വരുവാൻ സർവശക്തൻ ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി കർത്താവച്ച ഞങ്ങളങ്ങേ വാഴ്ത്തുന്ന കർത്താവെ, സ്തുതിക്കുന്ന ദൈവമേ. ഹല്ലേലൂയ. ഓ ഞങ്ങളുടെ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. അവസ്ഥകൾക്ക് ഭേദം വരുത്തുന്ന കർത്താവെ, ഞങ്ങളുടെ സ്ഥിതികൾക്ക് ഹല്ലേലൂയ മാറ്റം വരുത്തുന്ന കർത്താവെ, ഇന്ന് രാത്രി അവിടുത്തെ പാദപീഠത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ സ്വർഗ്ഗത്തിലെ അപ്പച്ചൻ്റെ വലിയ കൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്ന ദൈവമക്കളെ എല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇന്ന് രാത്രി അറ്റൻഡ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് കൂട്ടി വരുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഒരുമിച്ച് ചേർന്ന് കർത്താവിന് നാമം ഉയർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. വലിയ ദൈവിക അനുഗ്രഹങ്ങളും ദൈവിക കൃപകളും സ്വർഗ്ഗത്തിലെ ദൈവമേ അവിടുന്ന് പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ഹല്ലേലൂയ, ഓ പ്രാപിച്ചെടുക്കേണ്ട എല്ലാ ദൈവിക അനുഗ്രഹങ്ങളും ദൈവിക കൃപകളും പ്രാപിച്ചെടുക്കുവാൻ സ്വർഗ്ഗത്തിലെ അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ അന്ധകാര പോരുകളുടെ മേൽ ഇരുളിന്റെ മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ ശാസിച്ച് ജയമെടുത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്. വലിയ ദൈവിക വിടുതലുകളും സ്വർഗ്ഗത്തിലെ അവിടുന്ന് കൽപ്പിക്കുന്നതിനാൽ ഞങ്ങളൊക്കെ സ്തുതിക്കുന്ന കർത്താവേ. എൻ്റെ കർത്താവിനെ പാടി ആരാധിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തുമാണ്, പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ ശക്തീകരിക്കുമാറാകണമേ. അനുഗ്രഹിക്കുന്ന വചനത്തിന്റെ ദൂതുകൾ ദൈവിക ആലോചനകൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഞങ്ങളെ കേൾപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ഓ വെറുതെ കേൾക്കുന്നവരായിട്ടല്ല കർത്താവേ, ഇതിനങ്ങളെ ഹല്ലേലൂയ, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ഹല്ലേലൂയ, ഓ ഞങ്ങളുടെ ഹൃദയങ്ങളെ സംഗ്രഹിക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ, ഓ സ്തോത്രം കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കൃപ തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ക്രിസ്തുയേശുവിന്റെ പരിജ്ഞാനത്തിൽ ഇന്ന് രാത്രി ഓ ഞങ്ങൾ വളരുവാൻ ഹസ്തുരാധികാരക ഹല്ലേലൂയ, ഹല്ലേലൂയ, ഞങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കുവാൻ ഇന്ന് രാത്രി മീറ്റിംഗ് മൂലം സ്വർഗ്ഗത്തിലെ ദൈവമേ അവിടുന്ന് ഞങ്ങളെ ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിവിധ വിഷയങ്ങളിൽ ഭാരപ്പെടുന്ന ജീവിതങ്ങളുടെ മേൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. അവിടുത്തെ നാമം ഇന്ന് രാത്രി ഞങ്ങളുടെ മഹത്വം എടുക്കുമാറാകണമേ കർത്താവ്. വലിയ ദൈവിക വിടുതല് സ്വർഗ്ഗത്തിൽ അപ്പച്ചൻ കൽപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അവിടുത്തെ സാന്നിധ്യം ഇന്ന് രാത്രി ഓ ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ അനുഭവിപ്പാൻ തക്കവണ്ണം ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ എൻ്റെ കർത്താവ് ഇറങ്ങി വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കും. ദേശത്തെ കർത്താവ് ശുദ്ധീകരിക്കണമേ. ഓ സ്വോത്ര 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 എല്ലാ അന്ധകാര മേഖലകളെയും ദൂരീകരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. വലിയ വിടുതൽ കർത്താവ് ഞങ്ങളുടെ മേൽ പകരുമാറാം. ഞങ്ങൾ പാടുമ്പോൾ, ഞങ്ങൾ ആരാധിക്കുമ്പോൾ, ഓ കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ, ഓ സ്വോത്രം കർത്താവിനും നാമത്തിനും മഹത്വമായി തീരത്തക്കവണ്ണം ഓ ഞങ്ങളുടെ ഹല്ലേലൂയ സ്വോത്രം ഹല്ലേലൂയ. അവിടുത്തെ യാഗപീഠത്തിൽ ഞങ്ങൾ എല്ലാവരെയും സമർപ്പിക്കുന്ന പറ്റ ഓ ഹല്ലേലൂയ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപ കേൾക്കുമാറാകണമേ. ആമേൻ. സ്തോത്രം. പാട്ട് പാടി നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ഓ റീഖാരബറബ ശംബരാധികാരക ഹല്ലേലൂയ. തൻ പാദമെന്നും എന്നാ
കുസുമമവൻ താഴ്വര കേളിലെ താമരയും മധുരഫലം തരും നാരകമാം തന്നിഴലതിലൻ താമസമാമെൻ പ്രിയനൻ മനോഹരനാം തൻ പാദമേന്നുമെന്നാശയമാമെൻ പ്രിയനും മനോഹരനാം തൻ പാദമേന്നുമെന്നാശയമാം ഉലക കൊടുമ്പയിൽ കൊണ്ടതിനാൽ ഇരുൾ നിറമായെനിക്കെങ്കിലും താൻ ഉലക കൊടും വെയിൽ കൊണ്ടതിനാൽ ഇരുൾ നിറമായെനിക്കെങ്കിലും താൻ തള്ളുകയിൽ എന്നെ തിരുകൃപയാൽ തന്നരമനയിൽ ചേർക്കുകയാ എൻ പ്രിയനും മനോഹരനാം തൻ പാദമേന്നുമെന്നാശയമാമെൻ പ്രിയനും മനോശബരദരദ ഹല്ലേലൂയ തൻ പാദമേന്നുമെന്നാശയമാം ആനന്ദമായവൻ അനുദിനവോ ആമയമകറ്റി നടത്തുമെന്നേ എൻ പ്രിയനെന്നു മനോഹരനാം തൻ പാദമേന്നുമെന്നാശയമാമെൻ പ്രിയനെന്നു മനോഹരനാം തൻ പാദമേന്നുമെന്നാശയമാം മാറ്റമില്ലാ കൃപ നിറഞ്ഞവനാം മറ്റൊരു രക്ഷകനിൽ ഇതുപോൽ മാറ്റമില്ലാ കൃപ നിറഞ്ഞവനാം മറ്റൊരു രക്ഷകനിൽ ഇതുപോൽ മറുവിടമാമി ഭൂമിയിൽ താൻ മാറിൽ ചാരി ഞാൻ ആശ്വസിക്കൂ എൻ പ്രിയ ഓശമറസെഖെമേലെ ഹല്ലേലൂയ പാദമേന്നുമെന്നാശയമാം എൻ പ്രിയനെന്നു മനോഹരനാം തൻ പാദമേന്നുമെന്നാശയമാം ആനന്ദമായവൻ അനുദിനവോ ആമയമകറ്റി നടത്തുമെന്നേ എൻ പ്രിയന് മനോഹരനാം തൻ പാദമേന്നുമെന്നാശയമാമെൻ പ്രിയനെന്നു മനോ ശബരദ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ യേശുവിനെ മഹത്വം യേശുവിനെ മഹത്വം യേശുവിനെ മഹത്വം സ്തോത്രം 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 Glory to God. Hallelujah. Hallelujah. Praise to Jesus. Praise to Jesus. Praise to Jesus. Praise to Jesus. Hallelujah. 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 കർത്താവിന്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. എല്ലാ ദൈവജനങ്ങൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കർത്തൃദാസന്മാർക്കും എല്ലാവർക്കും സന്ധ്യാവന്ദനങ്ങൾ സ്നേഹവന്ദനങ്ങൾ ഇന്ന് രാത്രി അറിയിച്ചു കൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നമ്മെ അത്ഭുതകരമായി അല്ലെങ്കിൽ വിവിധ ഇടങ്ങളിൽ പരിപാലിക്കുന്ന അവിടുത്തെ മഹാസ്നേഹത്തിനായി കർത്താവിനെ നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വലിയ കൃപ നമ്മുടെ മേൽ പകർന്ന് നമ്മെ സഹായിക്കുന്ന അവിടുത്തെ മഹാസ്നേഹത്തിനായി ഇന്ന് രാത്രി കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. മരുഭൂമി യാത്രയിൽ സ്വർഗത്തിലെ ദൈവം നമ്മെ
സ്തോത്രം കരം പിടിച്ച് വഴി നടത്തുന്ന കൃപകൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. താണു പോകാതെ, വീണു പോകാതെ, തകർന്നു പോകാതെ, ഹല്ലേലൂയ, അത്ഭുതകരമായ കരം നമ്മെ താങ്ങുന്ന കൃപയ്ക്കായി കർത്താവിനെ വാഴ്ത്തുകയാണ്, സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. തുടർന്നുള്ള സമയം സ്തോത്ര വചന ശുശ്രൂഷയ്ക്കുള്ള സമയമാണ്. ഹല്ലേലൂയ. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തിലായിരിക്കുന്നത് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബ്ലസ്സൻ അവറുകളാണ്. കർത്താവിന്റെ ദാസൻ ഇന്നലത്തെ നമ്മുടെ മീറ്റിങ്ങിലും സ്തോത്രം ഉണ്ടായിരുന്നു, വചന ശുശ്രൂഷിപ്പാനിടയായി തീർന്നല്ലോ. ഇന്ന് രാത്രിയിലും കർത്താവ് തന്നെ പരിശുദ്ധാത്മാവ് ഏൽപ്പിച്ച ദൈവിക ആലോചന ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ നമുക്ക് നൽകി തരുവാൻ തക്കവണ്ണം നമ്മോട് ഓരോരുത്തരോടും നമ്മുടെ ഓരോ ഹൃദയങ്ങളോടും ഹല്ലേലൂയ കർത്താവിൻ്റെ ആത്മാവ് ഇടപെടുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ദൈവസന്നിധി നമ്മെ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ നമുക്ക് തുടർന്നുള്ള സമയമായിരിക്കാം. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബ്ലസ്സനെ തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ലോർഡ്. നാമമെടുക്കട്ടെ. ശ്രേഷ്ഠ അഭിഷിക്തൻ, സ്നേഹമുള്ള സഭാജനങ്ങൾ, സുമീറ്റിയിലായിരിക്കുന്ന ഓരോ ദൈവമക്കളെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. പ്രത്യേക ടോലിയാൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. മീറ്റിങ്ങിൽ ഒരുമിച്ചായിരിക്കാൻ സ്തോത്രം കർത്താവ് ഇടയാക്കിയതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. ദൈവം സഹായിക്കട്ടെ. ഇന്നലെ നമ്മൾ ചിന്തിക്കുവാനിടയായിത്തീർന്നത് സ്തോത്രം ഉയരത്തിൽ നിന്നും അനുവദിക്കാതെ സ്തോത്രം മേൽ നിന്നും കിട്ടിയില്ല എങ്കിൽ എൻ്റെ മേൽ നിനക്ക് ഒരു അധികാരവുമില്ല എന്ന് സ്തോത്രം നമ്മൾ ശ്രവിക്കുവാനിടയായിത്തീർന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഇന്നത്തെ ചിന്തയ്ക്കായി 2 കൊരിന്ത്യർ 4:7 നമുക്ക് വായിക്കാം. എങ്കിലും ഈ അത്യന്ത ശക്തി ദൈവത്തിൻ്റെ ദാനം മൺകൂടാരങ്ങളിൽ പകരപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. എല്ലാ കണ്ണൂർ ദിവസങ്ങളിൽ അടച്ചാണ് കർത്താവെ. ഇന്നലെ സംസാരിച്ച കർത്താവ്, കഴിഞ്ഞ നാളുകൾ ഞങ്ങളോട് ഇടപെട്ട കർത്താവെ, ഇന്ന് രാത്രി ഒരു ദൈവശബ്ദങ്ങളെ കേൾപ്പിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആര് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകും? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനോട് പറഞ്ഞാൽ കർത്താവെ എന്നോട് സംസാരിക്കണം ഇന്ന്. ഹല്ലേലൂയ. സ്തോത്രം. ഈ സൂം മീറ്റിങ്ങിൽ കർത്താവ് എൻ്റെ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് ഞാൻ ദൈവസന്നിധിയിലായിരിക്കുക. ദൈവാത്മാവേ ഇന്ന് രാത്രി എന്നോട് സംസാരിക്കണമേ എന്ന് ഹല്ലേലൂയ അതാതിടങ്ങളിൽ ഹല്ലേലൂയ പ്രാർത്ഥിച്ചാട്ട്. സ്തോത്രം. നമ്മൾ എവിടെയായിരുന്നാലും ഹല്ലേലൂയ 2-3 പേർ ഐക്യം പറ്റിപ്പെട്ട് എന്ത് യാച്ചാലും പിതാപത്തിലും മഹത്വപ്പെടേണ്ടത് നൽകി തരാമെന്ന് പറഞ്ഞ കർത്താവ് നിശ്ചയമായും നമ്മുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ആ ദൈവസാന്നിധ്യം നമുക്കൊന്ന് സ്വാഗതം ചെയ്യാം. കർത്താവേ ഹല്ലേലൂയ അങ്ങയുടെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ മധ്യേ പകരപ്പെടുമാറണമേ ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ. എല്ലാ അധരങ്ങളും ചലിക്കട്ടെ. അല്പസമയം അന്യഭാഷയുള്ളവർ അന്യഭാഷയിൽ അധരങ്ങൾ ചലിപ്പിച്ച് ഹല്ലേലൂയ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നെ അൻപോടു സേവിപ്പാ എന്താണ് എന്നിൽ കണ്ടത്? ചേറ്റിൽ കിടന്നതാമെന്നെ ആ പൊൻകരം നീട്ടിപ്പിടിച്ചു. എന്നെ അൻപോടു സ്നേഹിപ്പാൻ എന്താണ് എന്നിൽ കണ്ടത്? ചേറ്റിൽ കിടന്നതാമെന്നെ ആ പൊൻകരം നീട്ടിപ്പിടിച്ചു. ഓ തൂയരേ തൂയ ആവിയേ വറ്റാത്ത ഉറവയെ തേനിലും മധുരമേ വറ്റാത്ത ഉറവയെ തേനിലും മധുരമേ എന്നെ അൻപോടു സ്നേഹിപ്പാൻ എന്താണ് എന്നിൽ കണ്ടത്? ചേറ്റിൽ കിടന്നതാമെന്നെ ആ പൊൻകരം നീട്ടിപ്പിടിച്ചു. സ്തോത്രം. നമുക്ക് ദിവസം ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. സ്തോത്രം. വളരെ പ്രാർത്ഥിക്കുകയായി നാട്ട് വായിക്കപ്പെട്ട വേദഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 2 കൊരിന്ത്യർ ലേഖനം 4:7 ഞാൻ ഒന്നുകൂടി വായിക്കുന്നു. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം
ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ ആകുന്നു ഉള്ളത്. സ്തോത്രം. ഹല്ലേലൂയ. ഒന്ന് നെഞ്ചിലേക്ക് കരങ്ങളെ ചേർത്ത് വെച്ചിട്ട് പറയാമോ? കർത്താവേ, ഞാനൊരു മൺപാത്രമായി അങ്ങയുടെ സന്നിധി തരുന്നു. അങ്ങ് എൻ്റെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ഈ നിക്ഷേപത്തിനായി നന്ദി എന്നൊന്ന് പറയാമോ? ഹല്ലേലൂയ. സ്തോത്രം. ഇത് ദൈവമക്കളെ, ഇതിൻ്റെ പ്രത്യേകത, സ്തോത്രം, ഇതിൻ്റെ ഗുണം, ക്വാളിറ്റി നമുക്കൊരു പക്ഷേ അറിയത്തില്ല. ഇത് അഭിഷേകം പ്രാപിച്ച് നമുക്ക് ഇതിൻ്റെ ശക്തി അറിയത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. ഈ സകല ലോകത്തേക്കാൾ വിലയേറിയ ഒരാത്മാവിനെ നേടുവാൻ, ഹല്ലേലൂയ, സ്തോത്രം, അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ, സ്തോത്രം, സിംഹത്തിന്മേലും മണൽമേലും ചവിട്ടുവാൻ, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും മെതിച്ചു കളയുവാൻ, പൈശാചിക മണ്ഡലത്തെ തകർക്കുവാൻ, ഹല്ലേലൂയ, സ്തോത്രം, നമ്മളുടെ ആവശ്യങ്ങളൊക്കെ നമ്മൾ സ്തോത്രത്തോടു കൂടി അറിയിക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ അന്തരാത്മാവിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ, ഹല്ലേലൂയ, അതിനെ പ്രവർത്തിപ്പിക്കുവാൻ കഴിയുന്ന, അതിനെ വർക്ക് ചെയ്യിപ്പിക്കുവാൻ കഴിയുന്ന, ദൈവകരത്തെ ചലിപ്പിക്കുവാൻ കഴിയുന്ന, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അത്യന്ത ശക്തിയെ, ഹല്ലേലൂയ, സ്തോത്രം, താഴെയിൽ ഉള്ള, ഹല്ലേലൂയ, സ്തോത്രം, നിസാരന്മാരായ മനുഷ്യവർഗത്തിന് വേണ്ടി, ഹല്ലേലൂയ, പ്രവർത്തിപ്പിക്കുവാൻ കഴിയുന്ന ആ ഉടയവന്റെ ശക്തി നമ്മുടെ അന്തരാത്മാവിൽ പകരപ്പെട്ടിരിക്കുന്നത്. മക്കളെ, നമ്മൾ നിസ്സാരന്മാരല്ല. ഹല്ലേലൂയ, സ്തോത്രം, നമ്മൾ നിസ്സാരന്മാരല്ല. ഹല്ലേലൂയ, ഇന്ന് രാത്രി പറയാമോ? ഹല്ലേലൂയ, കർത്താവേ, അങ്ങയുടെ മൺപാത്രത്തിൽ പകരപ്പെട്ടിരിക്കുക, മൺപാത്രത്തിൽ പകരപ്പെട്ടിരിക്കുന്ന അഭിഷേകം എൻ്റെ മേലുള്ളത് കൊണ്ട് ഞാൻ നിസ്സാരനല്ല, ഞാൻ നിസ്സാരയല്ല. ചെറിയവനല്ല, ഞാൻ ചെറിയവളല്ല. ഹല്ലേലൂയ, സ്തോത്രം, ആവേശത്തോടെ, ആഹ്ലാദത്തോടെ, ഹല്ലേലൂയ, ഒരു ദൈവകൃപയോടെ എന്ന് രാത്രി ഒന്ന് പറയുവാൻ തയ്യാറാകുമോ? ദൈവമക്കളെ, നമ്മൾ നിസ്സാരന്മാരല്ല, നമ്മൾ നിസ്സാരക്കാരല്ല. ഹല്ലേലൂയ, സ്തോത്ര, കാര്യം എന്താണെന്നറിയാമോ? ഹല്ലേലൂയ, ലോകത്തിലെ പല ശക്തികൾക്കും അവർ, ഹല്ലേലൂയ, സ്തോത്രം, വെക്കുന്ന പരിധിയിൽ നിന്നുകൊണ്ട് മാത്രമേ അവർക്ക് പ്രവർത്തിക്കുവാൻ കഴിയുള്ളൂ. ചിലർക്ക് രോഗം മാറ്റാനേ കഴിയത്തുള്ളൂ. ചിലർക്ക്, ഹല്ലേലൂയ, സ്തോത്രം, എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ മാത്രമേ, ഹല്ലേലൂയ, സ്തോത്രം, ചില പ്രശ്നങ്ങൾ മാത്രമേ മാറ്റുവാൻ കഴിയുള്ളൂ. എന്നാൽ ഇന്ന് രാത്രി ഞാനും നീയും വിളിച്ചപേക്ഷിക്കുന്ന സ്വർഗത്തിലെ ഉയരത്തിലെ ശക്തി എൻ്റെ നിന്റെ അന്തരാത്മാവിൽ വ്യാപരിക്കുന്നുവെങ്കിൽ നമ്മൾ നിസ്സാരന്മാരല്ല. ഈ ലോകത്തെ കീഴ്മേൽ മറിക്കുവാൻ കരുത്തുള്ള ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ള അത്യന്ത ശക്തി, ഈ അത്യന്ത ശക്തി പ്രാപിച്ചവരാ നമ്മൾ. ഹല്ലേലൂയ, സ്തോത്രം. എന്നിലും നിന്നിലും വ്യാപരിക്കുന്ന ശക്തിയെ കുറിച്ച് ഞാനും നീ മനസ്സിലാക്കുമ്പോൾ നമ്മൾ നിസ്സാരന്മാരല്ല. ഇരിക്കുന്നിടങ്ങളിൽ, ഹല്ലേലൂയ, അതരം ചലിപ്പിച്ചൊന്ന് സ്തുതിക്കാമോ? അതരം ചലിപ്പിച്ചൊന്ന് സ്തുതിക്കാമോ? അതരം ചലിപ്പിച്ചൊന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. ഓ രണ്ടുകൊണ്ട് പാദം മൂടി, ഹല്ലേലൂയ, രണ്ടുകൊണ്ട് പറന്ന്, രണ്ടുകൊണ്ട് മുഖം മൂടി, ഹല്ലേലൂയ, സ്തോത്രം, യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ആർക്കുവാനിടയായി ചേർന്ന, ഹല്ലേലൂയ, സ്തോത്രം, ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠമായ സ്ഥാനമാ ഞാനും നീ വഹിക്കുന്നത്. അവർ നമ്മുടെ സേവകാത്മാക്കളാ. ദൈവമക്കളെ, അവർ നമ്മുടെ സേവകാത്മാക്കളാ. ഹല്ലേലൂയ, ഇന്ന് രാത്രി, ഹല്ലേലൂയ, അവനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന എൻ്റെ നിന്റെ സേവകാത്മാക്കളാ സ്വർഗ്ഗത്തിലെ ദൂതന്മാർ. വായിച്ച വാക്യത്തിലേക്ക് വേഗത്തിൽ മടങ്ങി വന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവം ശരണപ്പെടട്ടെ. ഹല്ലേലൂയ. എങ്കിലും ഈ അത്യന്ത ശക്തി, ഹല്ലേലൂയ, ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്ര എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളാകുന്നു ഉള്ളത്. അപ്പോൾ ഈ മൺപാത്രം പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. കാര്യം, ഈ മൺപാത്രത്തിൽ ഈ അഭിഷേകം പകരപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് നമുക്ക് അഹങ്കരിക്കുവാൻ യാതൊരു നിർവാഹവുമില്ല. ദൈവമക്കളെ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ സ്വന്തമല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദാനമാണെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാം, പക്ഷെ നമ്മുടെ ഇഷ്ടത്തിന് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഒരു വ്യക്തി ഒരു സാധനം നമുക്ക് ദാനമായി നൽകി തരുമ്പോൾ, ദാനം തരുന്നത് അർഹതയില്ലാത്ത സ്ഥാനത്താണ്.
ശമനമന ഹടരദർശിയ. ഹല്ലേലൂയ. ദാനം തരുന്നത് അർഹതയില്ലാത്ത അയോഗ്യനായ വ്യക്തിക്ക് അല്ല യോഗ്യതയുള്ളവൻ തരുന്നതാ ദാനം എന്ന് പറയുന്നത്. മറ്റേത് സമ്മാനമാണ് ദൈവക്കളെ. അല്ലെ സമ്മാനവും ദാനവും തമ്മിൽ വ്യത്യാസമുണ്ട്. സമ്മാനം എന്ന് പറഞ്ഞാൽ അല്ലെ സമ രീതിയിലുള്ളതോ അല്ലെ തന്നെക്കാൾ ഉയർന്ന വ്യക്തിക്കോ അല്ല കൊടുക്കുവാൻ കഴിയും. എന്നാൽ അല്ല നമ്മൾ ഈ പ്രാപിച്ചിരിക്കുന്ന ഈ സ്വർഗീയ ദാനം എന്ന് പറയുന്നത് അല്ല അത് ഉയരത്തിന്റെ അത്യന്ത ശക്തിയാ. ഹല്ലേലൂയ സ്തോത്രം. ഒരു വാക്കിനാൽ സകലത്തെയും ഉളവാക്കുവാൻ കഴിവുള്ള അത്യന്ത ശക്തി. ഹല്ലേലൂയ. അത് ഹല്ലേലൂയ സ്തോത്രം എന്റെയും നിന്റെയും അന്തരാത്മാവിൽ പകരപ്പെടുമ്പോൾ എന്റെയും നിന്റെ ജീവിതത്തിൽ നടക്കയില്ല എന്ന് പിശാച് എത്രയൊക്കെ വാതി കെട്ടിയോ, എവിടൊക്കെ സംസാരിച്ചോ, എവിടൊക്കെ ഹല്ലേലൂയ സ്തോത്രം മാർജിൻ വെച്ചോ, എവിടൊക്കെ ഹല്ലേലൂയ തടസ്സങ്ങളിട്ടോ, അവിടെയെല്ലാം പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഈ അത്യന്ത ശക്തിയെ ഇന്ന് രാത്രി നീ പുറപ്പെടുവിക്കുവാൻ തയ്യാറായാൽ നിന്റെ മുമ്പിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ തന്നെ ചെയ്യും. Oh, ribalabalaba. Amshamama ratarababa. Hallelujah. എഫേസ്യർക്ക് പൗലോസ് അപ്പോസ്തലൻ എഴുതിയ 1-ാം അധ്യായം സ്തോത്രം 18-19 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും സ്തോത്രം ദൈവമക്കളെ അവന്റെ വിളിയാലുള്ള ആശയം എന്താ? പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുക. സ്തോത്രം. പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുക. സ്തോത്രം. ദൈവമക്കളെ നമ്മളെ ഈ കർത്താവ് വിളിച്ചതിൻ്റെ ആത്യന്തിക ലക്ഷ്യം ഇവിടെ എന്തെങ്കിലും വിഷയത്തിൽ കുടുങ്ങിക്കിടക്കുവാനല്ല, ഇവിടെ ജോലി ചെയ്യേണ്ടെന്നല്ല, കാശ് സമ്പാദിക്കേണ്ടെന്നല്ല, കാറ് വാങ്ങിക്കേണ്ടെന്നല്ല, സ്തോത്രം എന്തെങ്കിലും ഈ ലോകത്തിലെ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നല്ല, അല്ലൊരു കുടുംബജീവിതം നയിക്കേണ്ടെന്നല്ല. ഇതെല്ലാം ഈ ലോകത്തിൽ ആവശ്യമാണ്. പക്ഷേ നമ്മുടെ എല്ലാം ആത്യന്തിക ലക്ഷ്യം ഹല്ലേലൂയ സ്തോത്രം ആ സ്വർഗത്തിലെ ഹല്ലേലൂയ സ്തോത്രം ഈ ആത്മാവിന്റെ ഉടയവനെ പ്രസാദിപ്പിക്കുക എന്നുള്ളത് മാത്രമായി തീരേണ്ടതാണ്. ഹല്ലേലൂയ. ഹാലലുയ്യ, ഹാലലുയ്യ. സ്തോത്ര ദൈവമക്കളെ നമ്മളെ വിളിച്ചിരിക്കുന്നത് ഈ ആത്യന്തിക ലക്ഷ്യത്തിന് വേണ്ടിയാണ്. ഒരു പട്ടാളക്കാരൻ യുദ്ധസേവ ചെയ്യുമ്പോൾ അവന് ശമ്പളമുണ്ട്, സ്തോത്രം അലവൻസ് ഉണ്ട്. ഹാലലുയ്യ. അവൻ്റെ ഹാലലുയ്യ സ്തോത്രം അവൻ്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ട മെഡിക്കൽ സംബന്ധമായ സകലവിധ കാര്യങ്ങളും ഒരു ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നു. സ്തോത്രം. പക്ഷേ അവൻ യാഥാർത്ഥ്യത്തിൽ എന്താ ചെയ്യുന്നത്? അവൻ്റെ ഒരു ജോലിയാണ്. സ്തോത്രം. രാജ്യത്തെ സേവിക്കുമ്പോൾ തന്നെ അവൻ്റെ ജോലിയാണ്. ഒരു നേഴ്സായി ഒരു ഡോക്ടറായി ചെയ്യുമ്പോൾ സ്തോത്രം അവന്റെ ജോലി അവൻ ചെയ്യുന്നത്. പക്ഷെ എന്തായിരിക്കണം അവൻ ചെയ്യുന്നത്? ഹല്ലേലൂയ. ചില ഡോക്ടർമാരോ സ്തോത്രം ചില വ്യക്തികളോ ചെയ്യുന്നത് പോലെ സമ്പത്തിന് വേണ്ടിയാണ് അവൻ ഈ ആ ജോലി ചെയ്യുന്നതെങ്കിൽ, സമ്പത്തിന് വേണ്ടി മാത്രമാണെങ്കിൽ, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ജോലി ചെയ്യുന്നതെങ്കിൽ അവനെ വിശ്വസനം എണ്ണുവാൻ കഴിയത്തില്ല. നേരെ മറിച്ച് അവൻ സന്നദ്ധ സേവകനാണെന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി സ്തോത്രം എന്ത് ലഭിച്ചില്ല എങ്കിലും എന്റെ ഉടയവനെ ഞാൻ പ്രസാദിപ്പിക്കും, എന്റെ രാജ്യത്തിന് വേണ്ടി, എന്റെ മുമ്പിൽ വരുന്ന പേഷ്യൻസിന് വേണ്ടി ഞാൻ നിൽക്കുമെന്ന് ഉറപ്പോടെ നിൽക്കുന്ന ചില ഹല്ലേലൂയ സാമൂഹ്യ സ്തോത്രം സന്നദ്ധ പ്രവർത്തകരായി നിൽക്കുമ്പോൾ അവർ ഹല്ലേലൂയ വിശ്വസന്മാരായി നിൽക്കുവാനിടയായി തീരും. ദൈവമക്കളെ നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് സ്തോത്രം ഈ ലോകത്തിൽ എന്തെല്ലാം ജോലികൾ ചെയ്യുവാനിടയായിരുന്നാലും നമ്മുടെ ആത്യന്തിക ലക്ഷ്യം നമ്മുടെ ഉടയവനെ പ്രസാദിപ്പിക്കുക എന്നുള്ളതായിരിക്കണം. പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുക എന്നുള്ളതായി തീരണം. ഹല്ലേലൂയ സ്തോത്രം. ദൈവമക്കളെ വിശ്വാസന നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിൽ മാത്രം നോക്കുക. ഈ ലോകത്തിന്റെ മാലിന്യം നമ്മൾ ഏൽക്കല്ല ദൈവമക്കളെ. ഈ ലോകത്തിന്റെ പടുകുടിയിൽ നമ്മൾ താണുപോകരുത്. ഈ ലോകം വല്ലാത്തൊരു ചെളിക്കുണ്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ മാതാപിതാക്കളായ നമ്മൾ നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി നിലവിളിക്കേണ്ട കാലം വളരെ ആസന്നമാണ്. ഞാൻ വിചാരിച്ചു നാട്ടിൽ
ഹല്ലേലൂയ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാകുന്ന കുഞ്ഞുങ്ങളെ കുറിച്ചും സ്തോത്രം, ലഹരി പദാർത്ഥങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങളെ കുറിച്ചും ഞാൻ വളരെ കേൾക്കുവാനിടയായി തീർന്നിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു സ്തോത്രം ഈ ഗൾഫില് അങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങളൊന്നും കാണത്തില്ല, കാര്യം ഇത്രയും സ്ട്രിക്റ്റും കാര്യങ്ങളൊക്കെ ആണല്ലോ എന്ന്. പക്ഷേ ഞാൻ മനസ്സിലാക്കുവാനിടയായി തീർന്നത് ഇത്രയും നിയമത്തിന്റെ സ്ട്രിക്റ്റുകളുള്ള സ്തോത്രം ഈ രാജ്യങ്ങളിൽ പോലും നമ്മുടെ കുഞ്ഞുങ്ങൾ സേഫ് അല്ല. സ്തോത്രം, ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ ദിവസങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യമാണ്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങൾ സേഫ് അല്ല. അവർ ഒരു പക്ഷേ ലഹരി വസ്തുക്കൾക്കോ അല്ലെങ്കിൽ തെറ്റായ ഒരു കാര്യത്തിനോ അടിമപ്പെടുകയില്ല എന്ന് നമുക്ക് ചിന്തിക്കുവാൻ കഴിയത്തില്ല. കാര്യം ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, മനുഷ്യപുത്രന്റെ വരവെങ്കിൽ ദുർദിവസങ്ങൾ വരുമെന്നുള്ളത് ദൈവിക വചനമാകിയ ഈ ദിവസങ്ങൾ ഉറപ്പോടെ ശക്തിയോടെ വിളിച്ചവനെ പ്രസാദിപ്പിക്കുവാൻ, അയച്ചവനെ പ്രസാദിപ്പിക്കുവാൻ ആരും ജീവന കാര്യങ്ങൾ ഇടപെടുന്നില്ലെന്ന് വചനപ്രകാരം ഈ ദിവസങ്ങൾ ദൈവമക്കളെ ലോകത്തിലൊരു മനുഷ്യനെ പ്രസാദിപ്പിച്ചാൽ, ഞാൻ എൻ്റെ സഹോദരതുല്യം സ്നേഹിക്കുന്ന ഹല്ലേലൂയ സ്തോത്രം എൻ്റെ ജയ്സൺ ബാസെ ഹല്ലേലൂയ സ്തോത്രം ഞാൻ പ്രസാദിപ്പിച്ചാൽ എനിക്കൊരു പക്ഷേ ഇവിടെ എന്തെങ്കിലും താൽക്കാലികമായി നേടുവാൻ കഴിയുമായിരിക്കാം. പക്ഷേ അതേ സമയം ദൈവം അനുവദിക്കാത്ത പക്ഷം അദ്ദേഹത്തെ പ്രസാദിപ്പിക്കുവാനായി ഞാൻ ചെയ്യുന്ന പദ്ധതികൾ ദൈവം തകിടം മറിച്ചാൽ ഹല്ലേലൂയ ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ലാതായി പോയേക്കാം. പക്ഷെ ഇന്ന് രാത്രി മനസ്സിലാക്കുക, ഞാൻ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ തയ്യാറായാൽ ദൈവം എന്നിൽ പ്രസാദിപ്പിച്ചാൽ എനിക്ക് വിരോധമായി നിൽക്കുന്ന വ്യക്തികളെ പോലും എനിക്ക് അനുകൂലമാക്കി മാറ്റുവാൻ എൻ്റെ കർത്താവിന് കഴിയും. മക്കളെ, ഇന്ന് രാത്രി കർത്താവിനോട് പറഞ്ഞാണ്ട്, കർത്താവേ, ഈ മൺകൂടാരത്തിൽ പകരപ്പെട്ടിരിക്കുന്ന ഈ ആത്മാവിന്റെ ശക്തി കൊണ്ട് മനുഷ്യനെ പ്രസാദിപ്പിക്കുവാനല്ല, എന്റെ വിളിച്ച ദൈവത്തെ, എന്റെ ഉടയവനായ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സ്വർഗ്ഗം എന്നെ അനുവദിക്കുമാറാകണമേ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മൾ തലമുറകൾക്ക് വേണ്ടി, നമ്മുടെ ഭാര്യയ്ക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, നമ്മുടെ സമശിഷ്ടങ്ങൾക്ക് വേണ്ടി നമ്മൾ വളരെ കഷ്ടപ്പെട്ട് അധ്വാനിക്കുകയാണ്. സ്തോത്രം. പക്ഷേ ഇത് ആരനുഭവിക്കും നമുക്കറിയാൻ കഴിയത്തില്ല. നമ്മുടെ തലമുറ അനുഭവിക്കും, നമ്മുടെ വേണ്ടപ്പെട്ടവർ അനുഭവിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് സ്തോത്രം നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ഈ സമ്പത്തുകൾ ഉണ്ടാക്കുന്നത്. പക്ഷേ മനുഷ്യന്റെ പ്രത്യേകത എന്താ? മനുഷ്യൻ ഈ സമ്പത്ത് ഉണ്ടാക്കും, ഇതാരനുഭവിക്കുമെന്ന് അവൻ അറിയത്തില്ല. സ്തോത്രം. അവന്റെ തലമുറകൾ ഹല്ലേലൂയ നേരോടെ നടന്നാൽ ചിലപ്പോൾ ഒരു പക്ഷേ ദൈവഹിതമെങ്കിൽ അനുഭവിക്കുമായിരിക്കാം. പക്ഷേ ഒന്ന് മനസ്സിലാക്കാതെ മക്കളെ, സ്തോത്രം, നമ്മൾ വളരെ കഷ്ടപ്പെട്ട് നിർമ്മിക്കുന്ന സകല വസ്തുക്കളും നമ്മൾ ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല, ആരോ ഉപയോഗിക്കുവാണ്ടിയായിരും. എന്നാൽ മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയാമോ? ഹല്ലേലൂയ, തൻ്റെ ഏകജാതനായ തൻ്റെ ശരീരത്തിൻ്റെ, തൻ്റെ ഹല്ലേലൂയ തൻ്റെ അവയവം പോലെ തൻ്റെ തൻ്റെ ജഡശരീരമായ തൻ്റെ പുത്രനെ, ഓമന കുമാരനെ വേഷത്തിൽ മനുഷ്യനായി ഈ ഭൂമിയിൽ അയക്കുവാനിടയായി ചേർന്നു. ഈ താണഭൂമിയിൽ കടന്നു വന്ന ഓമന കുമാരനെ പകരക്കാരനായി വില കൊടുക്കുവാനിടയായി ചേർന്നത് എന്തിനാണെന്ന് അറിയാമോ? ദൈവത്തിൽ നകന്നുപോയ എന്നെയും നിന്നെയും വീണ്ടെടുക്കുവാൻ വേണ്ടി വീണ്ടെടുപ്പ് വിലയായി കൊടുക്കുവാനിടയായി ചേർന്നു. ദൈവവും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഞാൻ ഒന്നുകൂടെ പറയട്ടെ. മനുഷ്യൻ ഉണ്ടാക്കുന്നത് മുഴുവൻ മറ്റൊരു വ്യക്തിക്ക് വേണ്ടി സമ്പാദിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം താൻ കഷ്ടപ്പെട്ട് നിർമ്മിച്ച മനുഷ്യൻ തന്നിൽ നകന്നുപോയപ്പോൾ ആ മനുഷ്യന് വേണ്ടി ഉണ്ടാക്കുന്നതിന്റെ സകല കാര്യങ്ങൾ, അവന് വേണ്ടി പ്രൊഡക്ഷൻ ചെയ്യുന്ന സകല കാര്യത്തിന്റെയും ആത്യന്തിക ലക്ഷ്യം തനിക്ക് വേണ്ടി തന്നെ സ്വരൂപിക്കുക എന്നുള്ളതാ. ദൈവമക്കളെ, എന്ന് ദൈവത്തിന് നമ്മൾ തക്ക മഹത്വം കൊടുക്കുവാനിടയായിച്ചിരുന്നാൽ ദൈവിക നന്മകൾ നമ്മുടെ പുറകെ വരുവാനിടയായിച്ചീരും. ദൈവിക അനുഗ്രഹങ്ങൾ നമ്മുടെ പുറകെ വരുവാനിടയായിച്ചീരും. അവയ്ക്ക് വേണ്ടി നമ്മൾ എങ്ങും ഓടണ്ട, എവിടെയും നേർച്ച കഴിക്കണ്ട, എവിടെയും കാഴ്ച കൊടുക്കണ്ട, എവിടെയും ഒന്നും ചെയ്യണ്ട. ഇന്ന് രാത്രി വിശ്വസിക്കുവാൻ തയ്യാറായാൽ, ആശ്രയിക്കുവാൻ തയ്യാറായാൽ, ഉറയ്ക്കുവാൻ തയ്യാറായാൽ, കടന്നു ചെല്ലുവാൻ തയ്യാറായാൽ, ആരാധിക്കുവാൻ തയ്യാറായാൽ, നിനക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ദൈവിക മഹത്വം ഇറങ്ങുക തന്നെ ചെയ്യും.
ശമനമന ഹടരദരശസിയ ഹല്ലേലൂയ. ആഫ്രിക്കയിൽ ബാബൂൺസ് എന്ന് പറയുന്ന ഒരു കുരങ്ങ് വർഗമുണ്ട്. ഹല്ലേലൂയ. അവിടെയുള്ള സ്തോത്രം ഈ ആദിവാസി സമൂഹം സ്തോത്രം ജലമില്ലാതെ ജലത്തിന്റെ ലഭ്യത കുറയുമ്പോൾ സ്തോത്രം വളരെ വരണ്ട പ്രദേശം മഴയില്ലാതെ സ്തോത്രം വരണ്ട സമയം ഉണ്ടാകുമ്പോൾ അവർ ഒരു പ്രത്യേക കാര്യം ചെയ്യാറുണ്ട്. ബബൂൺസ് എന്ന് പറഞ്ഞാൽ സ്തോത്രം വിലക്ഷണയെന്നും മന്ദബുദ്ധിയെന്നും ഒക്കെ സ്തോത്രം അർത്ഥമുണ്ട്. ഒരു പ്രത്യേകതര കുരങ്ങ. സ്തോത്രം ഈ കുരങ്ങിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ താൻ വലിയ ബുദ്ധിമാനാണെന്നാണ് കുരങ്ങിന്റെ ചിന്താഗതി. സ്തോത്രം ഹല്ലേലൂയ. ഈ കുരങ്ങ് എന്ത് ചെയ്യുന്നറിയാമോ? ഈ കുരങ്ങൾ കാണുക സ്തോത്രം ഈ ആദിവാസി വർഗക്കാർ ഗോത്രവർഗക്കാർ എന്ത് ചെയ്യും? ചില പൊത്തുകളിൽ സ്തോത്രം ചില പുറ്റുകളിൽ മൺപുറ്റുകളിലും ഈ മരത്തിൻ്റെ പൊത്തുകളിലുമൊക്കെ തിളങ്ങുന്ന എന്തെങ്കിലും സാധനങ്ങളോ അല്ലെങ്കിൽ അരിമണിയോ അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ സാധനങ്ങൾ കൊണ്ടുവന്ന് വയ്ക്കുവാനിടയായിത്തീരും. സ്തോത്രം ഈ കുരങ്ങ് ഓടിപ്പോയി ഇത് കൈക്കലാക്കിയ ശേഷം ഇതിങ്ങനെ സ്തോത്രം ചുരുട്ടി പിടിച്ചു കഴിഞ്ഞാൽ അത് കൈ എടുക്കത്തില്ല. നമ്മൾ മർക്കടപുഷ്ടി എന്ന് പറയും. പക്ഷേ ഇതെന്താ മർക്കടപുഷ്ടി എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് ആർക്കും അറിയത്തില്ല. സ്തോത്രം ഇതിങ്ങനെ ചുരുട്ടി പിടിക്കുവാനിടയായിത്തീരും. എന്നിട്ട് സ്തോത്രം എന്തൊക്കെ ചെയ്താലും ഈ കുരങ്ങ് അതിൽ നിന്ന് കൈവിടത്തില്ല. 3-4 ദിവസം സ്തോത്രം ഇത് വളരെ പട്ടിണി കിടന്ന് സ്തോത്രം വളരെ ദാഹിച്ച് വരണ്ടിരിക്കുന്ന സമയത്ത് ഇതിന് ദാഹം കൂടുവാൻ വേണ്ടി അവർ ഉപ്പ് കൊടുക്കുവാനിടയായിത്തീരും. ഉപ്പ് തിന്നുന്ന വെള്ളം കുടിക്കുന്നല്ലേ സ്തോത്രം. അങ്ങനെ വെള്ളം കുടിക്കുവാനില്ലാതെ ഇത് ദാഹിച്ച് വലയുന്ന സമയത്ത് ഈ സ്തോത്രം ഈ കുരങ്ങിനെ തുറന്നു വിടുവാനിടയായിത്തീരും. എങ്ങനെയും സ്തോത്രം അവര് പുറത്തേക്ക് വിടും. സ്തോത്രം ആ കൈയോടെ സ്തോത്രം കയ്യിലിരിക്കുന്ന ആ വസ്തു ഉൾപ്പെടെ അതിനെ സ്വതന്ത്രമായി പോകുവാൻ വേണ്ടി അനുവദിക്കുവാനിടയായിത്തീരും. ഫലത്തിൽ എന്താ സംഭവിക്കുക അറിയാമോ? സ്തോത്രം ഈ കുരങ്ങ് വളരെ ദൂരത്തിലേക്ക് ഓടും. വളരെ ആവശ്യത്തോടെ ആഗ്രഹത്തോടെ ഓടുവാനിടയായിത്തീരും. എങ്ങോട്ടാണെന്നറിയാമോ? വെള്ളമുള്ള സ്ഥലത്തേക്ക്. അവിടെ ഏതെങ്കിലും ഭാഗത്ത് സ്തോത്രം ആ കാട്ടിൽ ഏതെങ്കിലും ഭാഗത്ത് വെള്ളമുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് അത് വളരെ ശക്തിയോടുകൂടി ഓടുവാനിടയായിത്തീരും. ഈ ആദിവാസി വ്യക്തി സ്തോത്രം ചെയ്ത വ്യക്തി ആ കുരങ്ങിന്റെ പുറകെ പിൻഗമിച്ച് ചെന്നിട്ട് സ്തോത്രം വെള്ളം പാനം ചെയ്യുവാനിടയായിത്തീരും. ദൈവമക്കളെ, ഇന്ന് പലപ്പോഴും ദൈവമക്കൾ എന്ന് പറയുന്ന നമ്മളും ഈ ബബൂൺസിനെ പോലെ ബുദ്ധിയില്ലാത്തവരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം ഈ ലോകത്തിന്റെ നന്മയെ പിടിക്കുവാൻ വേണ്ടി ഹല്ലേലൂയ സ്തോത്രം ലോകത്തിന്റെ കുടുക്കിലേക്ക് കൈകൊണ്ട് വെച്ചിട്ട് പുറത്തു വരുവാൻ കഴിയാതെ വണ്ണം സ്തോത്രം ഓടിയിട്ട് ഫലത്തിൽ എന്താ സംഭവിക്കുന്നത്? പലപ്പോഴും നമുക്ക് നാശങ്ങളും നഷ്ടങ്ങളും മാത്രമാണ് സംഭവിക്കുന്നത്. താൽക്കാലികമായി ചിലപ്പോൾ നമ്മുടെ കാര്യം നടന്നുവെന്ന് നമ്മൾ ചിന്തിക്കുമായിരിക്കാം. പക്ഷേ വിഫലമായ ശ്രമമായി അത് നമുക്ക് വേണ്ടി കരുതപ്പെട്ട സ്വർഗീയ നന്മകൾ നമ്മൾ പ്രാപിക്കാതെ പൈശാചികന്റെ പദ്ധതിയുടെ മുമ്പിൽ നമ്മൾ നിഷ്ക്രിയരായി നിൽക്കുവാനിടയായിത്തീരുകയാണ്. ഈ കുരങ്ങിന്റെ വേറെ പ്രത്യേകത എന്താ അറിയാമോ? സ്തോത്രം ഈ കുരങ്ങ് ബുദ്ധിമാനാണെന്ന് കാണിക്കുവാൻ വേണ്ടി ചെന്ന് സിംഹത്തിന്റെ കുഞ്ഞുങ്ങളെ പതിയെ പിടിച്ച് തന്നെ കൂട്ടിക്കൊണ്ടുവരുവാനിടയായിത്തീരും. സ്തോത്രം മരത്തിന്റെ മണ്ടയ്ക്ക് തന്നെ കൂട്ടിക്കൊണ്ടുവരും. സ്തോത്രം സിംഹത്തിന്റെ ഇടയ്ക്ക് നിന്ന് സിംഹം കാണാതെ അതിനെ അടിച്ചു മാറ്റിക്കൊണ്ടുവരും. സ്തോത്രം ചിലപ്പോൾ സ്വന്തം കുഞ്ഞാണെന്നും പറഞ്ഞ് കൊണ്ടുവരാറുണ്ട്. പലപ്പോഴും ഇത് സിംഹത്തിന്റെ കുട്ടിയെ അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ സിംഹത്തെക്കാൾ ശക്തനാണ്, കഴിവുള്ളവനാണ്, പ്രാപ്തിയുള്ളവനാണെന്ന് കാണിക്കുവാൻ വേണ്ടി ഈ മന്ദബുദ്ധി ഹല്ലേലൂയ സ്തോത്രം ഈ കുരങ്ങ് സ്തോത്രം ചെന്ന് അതിനെ മോഷ്ടിച്ചു കൊണ്ടുവരുവാനിടയായിത്തീരും. പക്ഷേ സ്തോത്രം സിംഹം എന്ത് വില കൊടുത്തും ലോകത്തിൽ ഏറ്റവും കൂടുതൽ എൻ്റെ അറിവിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന സ്തോത്രം ജീവികൾ എന്ന് പറയുന്നത് സിംഹങ്ങളാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് വില കൊടുത്തും ആ സിംഹം സ്തോത്രം ഈ കുരങ്ങിനെ കൊന്നു തിന്നിട്ടായാലും സ്തോത്രം സിംഹം സ്തോത്രം ഈ തൻ്റെ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തുവാനിടയായിത്തീരും. ദൈവമക്കളെ, ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഈ ലോകത്തിന്റെ മായ ഇമ്പങ്ങൾ നമുക്ക് ആവശ്യമാണ്. നമുക്ക് പലതും ആവശ്യമാണ്. പക്ഷേ ഇതൊന്നും നമ്മളുടെ വിരുദ്ധ തെറ്റിക്കുന്നതാണെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം ല്ല ദൈവത്തിന് ദാനമത്രയെന്ന് വരേണ്ടതിന് ഈ മൺകൂടാർത്തിൽ പകരപ്പെട്ടിരിക്കുന്ന ഈ അത്യന്ത ശക്തി ലോകത്തിന്റെ നന്മകൾക്ക് ഉപയോഗിക്കുകയും ലോകത്തിന്റെ മാന്യതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ, അത്യുതന്റെ മറവിൽ വസിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ ഇന്ന് രാത്രി ഞാനും നീ അമ്പെ പരാജയപ്പെടുവാനിടയായിത്തീരും.
ശാബാനാമ നാമാനാമ അർദാമാന ഹസ്താനാമ റബറബ റബറബ. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് ഒന്ന് ഹല്ലേലൂയ സ്തോത്രം ചിന്തിച്ച് ഹല്ലേലൂയ ലോകം നിന്നെ വിലക്ഷണ എന്ന് വിളിക്കുമായിരിക്കാം, മന്ദബുദ്ധി എന്ന് വിളിക്കുമായിരിക്കാം. പാട്ടുകാരൻ ഇപ്രകാരമാ പാടിയത്: വിലക്ഷണ എന്ന് ലോകർ ചൊന്ന വെറും ലക്ഷണം കെട്ടവർക്കിന്ന് രാജരാജകുമാരന്റെ കയ്യാൽ പൊന്മുടി ചൂടിക്കുമന്ന്. സ്തോത്രം മക്കളെ, വിലക്ഷണ എന്ന് ലോകർ ചൊന്നാൽ, ലക്ഷണം കെട്ടവരെന്ന് ലോകർ ചൊന്നാൽ, പൊന്മുടി ചൂടിക്കുന്ന ഒരു നാളുണ്ടെന്ന ബോധ്യം ഒരു വിശ്വാസിയെ ഭരിക്കുവാനായി ചെയ്യണം. വിശ്വാസി എന്നാൽ ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാനിടയായി ചെന്ന ഈ മൺപാത്രം ഉടയാതെ സൂക്ഷിക്കുവാനിടയായി ചെയ്യുന്ന മക്കളെ. പക്ഷേ ഈ മൺപാത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ മൺപാത്രം ഉടഞ്ഞാൽ നിന്റെ മൺപാത്രത്തെ ഉടയുവാനിടയായി ചേർന്നാൽ വീണ്ടും മാനപാത്രമായി തീരേണ്ടതിന് ഉടയവന്റെ കരത്ത് നീ കൊടുക്കുവാനിടയായി ചേർന്നാൽ നിന്നെ ദൈവ റീക്രിയേഷൻ ചെയ്യുവാനിടയായി തീരും, റീമൊഡ്യൂൾ ചെയ്യുവാനിടയായി തീരും. ഹല്ലേലൂയ സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവാത്മാവ് സ്തോത്രം എൻ്റെ പഴയ ജീവിത കാലഘട്ടങ്ങളെ ഉദ്ദേശിച്ച് സ്തോത്രം ദൈവാത്മാവിനോട് സംസാരിക്കുവാനിടയായിത്തീർന്ന കാര്യം അല്ലെങ്കിൽ ഞാൻ ലോകപ്രകാരം സ്തോത്രം ഒരു സ്തോത്രം രാഷ്ട്രീയ പ്രവർത്തകനായിട്ടൊക്കെ നടന്ന വ്യക്തിയാണ്. സ്തോത്രം കൊച്ചു കാലങ്ങളിൽ ലോകപ്രകാരമൊക്കെ ഒത്തിരി ദൈവത്തെ അല്ലെങ്കിൽ സ്തോത്രം ദൈവത്തിൻ്റെ സന്നിധിയിൽ വരാതെ പെന്തക്കോസ്തിൽ ജനിച്ചു വളർന്നെങ്കിലും അല്ല ദൈവസന്നിധി വരാതെ ലോകപരമായി ഓടിയ വ്യക്തിയാണ് സ്തോത്രം. പക്ഷേ സ്തോത്രം ദൈവാത്മാവിനെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിപ്പിച്ചൊരു കാര്യമാണ്. ഒരു പൊട്ടുന്ന ഗ്ലാസ് പാത്രം സ്തോത്രം, അത് നമുക്ക് ഫുഡ് അതിനകത്ത് എടുത്തു വെച്ചാൽ സേഫ്റ്റി ആയിട്ടിരിക്കും, വിഷമൊന്നും കലരത്തില്ല. പ്ലാസ്റ്റിക്കിൽ വെച്ചാൽ വിഷമാണല്ലോ സ്തോത്രം. പക്ഷേ ഇതിനകത്ത് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഇത് പൊട്ടുവാനിടയായി ചെന്നാൽ വെറും കുപ്പക്കുന്നിൽ കളയുവാൻ ഇതിനെ കൊള്ളുകയുള്ളൂ. അല്ലെ ദൈവാത്മാവിനോട് പറയുക, ഒരു അഭിഷക്തൻ അല്ലെ മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുന്നവനാ, മറ്റുള്ളവരെ അല്ലെ സ്വന്തം മറ്റുള്ളവർക്ക് വേണ്ടി അല്ലെ സൗകര്യങ്ങൾ ഗുണങ്ങൾ ചെയ്യുന്ന വ്യക്തി. പക്ഷേ സ്തോത്രം ദൈവമക്കളെ ഇന്ന് മനസ്സിലാക്കുക, നമ്മൾ അല്ലെ പൊട്ടുവാനിടയായി ചേർന്നാൽ അല്ലെ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്നവരായി മാറും. ദൈവമക്കളെ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവജനമേ, അല്ലെ നമ്മൾ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുവാനല്ല. സ്തോത്രം സ്തോത്രം. ഒരു പുഴു പൂമ്പാറ്റിയായി മാറുന്നത് പോലെ ഒരു പുഴു പൂമ്പാറ്റിയായി മാറുമ്പോൾ അതിന് ഒരു വലിയ മാറ്റമുണ്ട്, ഒരു രൂപാന്തരമുണ്ട്. അത് രൂപാന്തരപ്പെടുമ്പോൾ അല്ല ഈ പുഴുവിനെ ആർക്കും ഇഷ്ടമല്ല. അത് കഴിക്കുന്നത് അല്ല ചെടിയിലെ ചാറാണ്, അല്ലെ സ്തോത്രം കയ്പും ചവർപ്പുമുള്ള വസ്തുക്കളാണ് കഴിക്കുന്നത്. എന്നാൽ സ്തോത്രം അതേ പുഴു ഒരു രൂപാന്തര പ്രക്രിയയിൽ കൂടി കടന്നു പോകുമ്പോൾ അത് പൂമ്പാറ്റിയായി മാറുമ്പോൾ ആ പുഴുവിന് രൂപവ്യത്യാസം സംഭവിക്കുന്നില്ല. അത് അപ്പോഴും പുഴുവ ഇപ്പോഴും പുഴുവ. പക്ഷേ ആ പുഴുവിന് ചിറക് മുളയ്ക്കുന്നു എന്ന കാരണത്താൽ സ്വന്തം അനേകരുടെ വാത്സല്യത്തിന് തയ്യാറാകും. സ്വന്തം അനേക സ്വന്തം പൂവിൽ നിന്നും സ്വന്തം അടുത്ത സ്തോത്രം ചെടിയെ ജനിപ്പിക്കത്തക്ക രീതിയിൽ സ്വന്തം സ്വന്തം ഒരു പരാഗണ പ്രക്രിയയ്ക്ക് വേണ്ടി തയ്യാറാകും. സ്വന്തം അത് തേൻ ശേഖരിച്ച് ഭക്ഷിക്കുവാനിടയായി തീരും. അതുവരെ തൻ്റെ ജീവിതത്തിലെ ചവർപ്പിൻ്റെ കയ്പിൻ്റെ അവസ്ഥയൊക്കെ താൻ മറക്കുവാനിടയായി തീരും. ദൈവമക്കളെ ഇന്ന് രാത്രി ഒരു ദൈവിക പദ്ധതിക്ക് വേണ്ടി നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറായാൽ ഈ അത്യന്ത ശക്തി എൻ്റെതല്ല, ദൈവത്തിൻ്റെ ദാനമത്ര എന്നുള്ള തിരിച്ചറിവ് നിന്റെ ഉള്ളിൽ ഭരിക്കുവാനിടയായി ചെന്നാൽ ഈ ലോകത്തിന്റെ മാലിന്യത്തിന് വേണ്ടി നിൽക്കാതെ ദൈവിക ഭക്തിയിലും ദൈവിക കൃപയിലും നമ്മൾ വളർന്നു വരുവാനിടയായി തീരും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവമക്കളെ ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, പോരാട്ടങ്ങളുണ്ട്. പക്ഷേ അവയിൽ നിന്നെല്ലാം വിടുവിക്കുവാനുണ്ട് ദൈവ സർവശക്തനായ ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവമക്കളെ പാലക്കാടിന്റെ പ്രദേശത്ത് സ്തോത്രം ഞങ്ങൾ കുടുംബമായിട്ട് വളരെയധികം പ്രതിസന്ധി കൂടെ കടന്നുപോയ വളരെയധികം കഷ്ടപ്പെട്ട് സുവിശേഷ വേല ചെയ്ത ഒരു സമയമായിരുന്നു. സ്തോത്രം ഒരു മിനിറ്റ് പോലും റെസ്റ്റ് ഇല്ലാതെ ഓടി നടന്ന് സുവിശേഷ വേല ചെയ്തത്. ആ സമയത്താണ് സ്വന്തം എൻ്റെ കുഞ്ഞിന് സ്വന്തം ക്യാൻസർ വരുവാനിടയായി ചേർന്നത്. അങ്ങനെ ആണ് ഞങ്ങൾ ട്രിവാൻഡ്രത്തിലേക്ക് ട്രീറ്റ്മെന്റിനായി കടന്നു വരുവാനിടയായി ചേർന്നത്. ലോകം കുഞ്ഞ് മരിച്ചു പോകുമെന്ന് വിധിയെഴുതിയ
സ്ഥാനത്ത് ഹല്ലേലൂയ സ്തോത്രം 7.2 ഉണ്ടായിരുന്ന ക്യാൻസറിന്റെ സെല്ലുകളെ ഹല്ലേലൂയ സ്തോത്രം ഒറ്റ ദിവസം കൊണ്ട് ഹല്ലേലൂയ സ്തോത്രം സ്വർഗം 2.5 ആക്കി മാറ്റുവാനിടയായി ചേർന്നു. ഹല്ലേലൂയ RCC പോയി ടെസ്റ്റ് ചെയ്ത് ഹല്ലേലൂയ സ്തോത്രം റിസൾട്ട് കിട്ടിയതാ. പക്ഷേ സ്തോത്രം വെറും 2 ദിവസം കൊണ്ട് കർത്താവ് അത്ഭുതകരമായിട്ട് ഹല്ലേലൂയ ആ വിഷയത്തെ സൗഖ്യമാക്കി. ഹല്ലേലൂയ 3 മാസം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്യുവാൻ ചെന്നപ്പോൾ ഈ തൊണ്ടയിലുണ്ടായിരുന്ന മുഴയും അല്ലെ ബ്ലഡിലുണ്ടായിരുന്ന ക്യാൻസറിനെയും സ്വർഗ സൗഖ്യമാക്കുവാനിടയായി ചേർന്നു. സ്തോത്രം. ഇന്ന് എൻ്റെ ഭാര്യ സ്തോത്രം ക്യാൻസർ രോഗിയാണ്. ശരീരത്തിൽ അല്ലെ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. NMS ലക്ഷത്തിൽ ഒരാൾക്ക് വരുന്ന സ്തോത്രം വളരെ ബുദ്ധിമുട്ടുള്ള വ്യക്തിയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ താൻ പ്രിയം വെച്ച കർത്താവിന്റെ സന്നിധിയിൽ പോയിട്ട് മടങ്ങി വരുവാനിടയായി ചേർന്നു. 7 മണിക്കൂർ ഹല്ലേലൂയ സ്തോത്രം ഈ ലോകത്തിൽ നിന്ന് സഞ്ചരിച്ച് കടന്നുപോയിട്ട് അല്ലെ കർത്താവിന്റെ അടുക്കൽ പോയിട്ട് തിരികെ വരുവാനിടയായി ചേർന്നു. അപ്പോൾ അവൾ പറഞ്ഞ അല്ലെ 2 കാര്യം, അവൾ പോയതും വന്നതും ഒന്നും അല്ലെ എന്നെ അല്ലെ പിടിച്ചു നിൽക്കുവാനിടയായി ചേർന്നത്. ദൈവമക്കളെ, അവർ പറഞ്ഞ 2 കാര്യം. ഒന്ന്, അല്ലെ ആ കർത്താവിന്റെ മുഖത്ത് നിന്ന് അവർക്ക് കണ്ണെടുക്കാൻ വയ്യ. ഹല്ലേലൂയ കാര്യം തേജോമയനായ രൂപം, അവന്റെ ശബ്ദം ഹല്ലേലൂയ സ്തോത്രം തേനിനേക്കാൾ മധുരമുള്ളത്. ഹല്ലേലൂയ സ്തോത്രം ആ മധുരമുള്ള ശബ്ദവും ഹല്ലേലൂയ സ്തോത്രം ആ കർത്താവിന്റെ തേജസ്സും കണ്ടിട്ട് അവർക്ക് തിരിച്ചു വരുവാൻ തോന്നിയില്ല. സ്തോത്രം ആ മുഖത്തു നിന്ന് കണ്ണെടുക്കുവാൻ തോന്നിയില്ല. ഹല്ലേലൂയ സ്തോത്രം. പിന്നത്തെ ഒരു കാര്യം പറഞ്ഞത് സ്തോത്രം, അവിടെ നമ്മളെ ഉള്ളൂ, അവിടെ ഞാനില്ല എന്ന് പറയുവാനിടയായി തീർന്നു. ദൈവമക്കളെ, നമ്മൾ പല സഭകൾ സ്തോത്രം പല സ്തോത്രം ജീവിത രീതികൾ ഒക്കെ വെച്ചിട്ട് എല്ലാം എനിക്ക് സ്തോത്രം, എല്ലാം എനിക്ക് എന്റേതാ എന്ന് പറഞ്ഞ് സ്തോത്രം നമ്മൾ നിൽക്കുമ്പോൾ ദൈവമക്കളെ, ഇന്ന് രാത്രി ഹല്ലേലൂയ എന്റേതെന്ന് പറയാൻ ഒന്നുമില്ല. സ്തോത്രം നമ്മൾക്ക് ഹല്ലേലൂയ സ്തോത്രം പണ്ട് എല്ലാം പൊതുവകെ നേടിയതാ. പക്ഷെ ഇന്ന് ഹല്ലേലൂയ സ്തോത്രം സമ്പത്തിന്റെ പുറകെ ഹല്ലേലൂയ സ്തോത്രം ആഭ്യഗോളം പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ സ്തോത്രം നിങ്ങൾ മോശക്കാരാണെന്ന് ഞാൻ നല്ലവരാണെന്നും അല്ല പറയുന്നത്. നമുക്ക് സമൂലമായ ഒരു മാറ്റം വരുവാനിടയായി. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഹല്ലേലൂയ സ്തോത്രം ഈ വചനം എന്നെ ജീവിപ്പിക്കാതെ, എന്റെ ജീവിതത്തിൽ ക്രിയ ചെയ്യാതെ നിങ്ങളിലേക്ക് കടന്നു വന്നാൽ നിങ്ങൾ അത് ജീവൻ ഉണ്ടാക്കുകയില്ല. എന്നെ മാല്യസ്വത്തെ കീറേണ്ടടുത്ത് കീറിയിട്ട് എന്നെ ജീവിപ്പിച്ചെങ്കിൽ മാത്രമേ ഈ വചനം നിങ്ങളുടെ ഉള്ളിൽ ജീവനായി പരിണമിക്കുകയുള്ളൂ. മക്കളെ, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ജനമേ, ഹല്ലേലൂയ സ്തോത്രം ആത്മാർത്ഥമായിട്ടൊന്ന് പറഞ്ഞാട്ടെ, കർത്താവേ ഹല്ലേലൂയ സ്തോത്രം, പ്രാണൻ പോയാലും ജീവൻ പോയാലും എന്റെ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ എന്നെ ഒരു അമിത കൃപയാൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ സ്തോത്രം 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 സ്തോത്രം. ഈ ലോകത്തിന്റെ മായ ഇമ്പമല്ല കർത്താവേ. ഹല്ലേലൂയ എന്റെ പ്രാണപ്രിയന്റെ പാദപീഠത്തിലായിരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും പ്രിയമുള്ളത്. ശമനമന ഹടരദരശസിയ അർദ്ധമാമാ റബബബബ ബബബബബ അർത്ഥമാന ശംദരബ ബറദരബ അർത്ഥമാന ശംദരബ റബരബ റബരബ റബരബ. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം. ഇന്നലെ ഹല്ലേലൂയ സ്തോത്രം ഒരു സാക്ഷ്യം കേൾക്കുവാൻ അയച്ചിരുന്നു. അല്ലെ എൻ്റെ മൂത്ത മോള് അല്ലെ ഓക്സിജൻ ഇല്ലാതെ കിടന്ന അവസ്ഥ. അല്ലെ രണ്ടാമത് ഓക്സിജന്റെ അവസ്ഥ അല്ലെ സ്തോത്രം ഉണ്ടായത് അല്ലെ സ്തോത്രന്റെ വൈഫിലാണ്. സ്തോത്രം മൂത്ത ഇളയ മോളെ ഗർഭിണിയായിരുന്ന സമയത്ത് അല്ലെ അവളുടെ ഓക്സിജൻ നഷ്ടപ്പെട്ടിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ശരീരത്തിൽ മിക്സ് ആകുവാൻ അയച്ചിരുന്നു. അങ്ങനെ അല്ലെ തൻ്റെ ശരീരഭാഗങ്ങൾ തളർന്നുപോയി അല്ലെ വേണ്ട വിധത്തിൽ ഓക്സിജൻ കിട്ടാതെ താൻ മരണപ്രാളം എടുത്ത് അല്ലെ പിടഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുവാൻ അയച്ചിരുന്നു. ആ സമയത്ത് ഹല്ലേലൂയ സ്തോത്രം, കർത്താവ് അത്ഭുതകരമായിട്ട് തന്നെ വിടുവിച്ചു. ഹല്ലേലൂയ ഹല്ലേലൂയ. ലോകം ഹല്ലേലൂയ എൻ്റെ ഭാര്യയും സ്തോത്രം എൻ്റെ തലമുറയും ഹല്ലേലൂയ സ്തോത്രം ശ്വാസം മുട്ടിച്ച് കൊല്ലുവാൻ ശ്രമിച്ച സ്ഥാനത്ത് കർത്താവ് അത്ഭുതകരമായിട്ട് അവിടുന്ന് വിടുവിക്കുവാൻ അയച്ചിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. അടുത്ത മാസം സ്തോത്രം ഈ കുഞ്ഞിനെ ഹല്ലേലൂയ സ്തോത്രം ഫ്ലൂയിഡ് മുഴുവൻ സ്തോത്രം പോയിട്ട് സ്തോത്രം കുഞ്ഞിനെ അബോർഷൻ ചെയ്ത് കളയണമെന്ന് ഡോക്ടർമാർ പ്ലാൻ ചെയ്തു. എന്നിട്ട് ഞങ്ങളോട് വന്ന് തുടർ ചികിത്സയ്ക്കാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ട് സ്തോത്രം സൈൻ ചെയ്യിപ്പിച്ചു. സ്തോത്രം ഹല്ലേലൂയ. അതിനകത്ത് 8 ഇടത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ഇന്ന കാരണത്താൽ ഷീബ മരിച്ചു പോകും, അവരുടെ തുടർ ചികിത്സയ്ക്കായിട്ട് നിങ്ങൾ ഒപ്പിട്ട് തരണമെന്ന് സ്തോത്രം ഞങ്ങളോട് പറയുവാനിടയായി ചേർന്നു. സ്തോത്രം. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ 8 ഇടത്ത് സ്തോത്രം ഷീബ മരിച്ചു പോകുമെന്ന് എഴുതിയിരിക്കുന്നത്. 8 കാരണത്താൽ ഷീബ മരിച്ചു പോകും. 2 പേജുണ്ട്. ഈ 2 പേജ് നിറച്ച് സ്തോത്രം ഷീബ മരിക്കാനുള്ള കാരണങ്ങൾ മാത്രമായി എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. അത്ര ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആയിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. അവര് പേപ്പർ കൊണ്ട് തന്നു. ഞാൻ അമ്മയും കുഞ്ഞും പദ്ധതിയിൽ കൊണ്ടുപോയ പേപ്പർ ഞാൻ അറിയാതെ കൊണ്ടുപോയത് കാരുണ്യ ചികിത്സാ പദ്ധതിയിലാണ്.
അവിടെ തന്നെയായിരുന്നു കൊണ്ടുപോകേണ്ടത്. സ്തോത്രം അവിടെ കൊണ്ട് ചെന്ന് കൊടുക്കുവാൻ്റെ അയച്ചു. ഞാൻ അറിഞ്ഞുകൊണ്ട് പോയതല്ല. അവിടെ കൊണ്ട് കൊടുക്കുവാൻ്റെ അയച്ചിരുന്നു. സ്തോത്രം അവർ വാങ്ങിച്ചു. അപ്പോൾ തന്നെ സ്തോത്രം കുഞ്ഞിനെ അബോർഷൻ ചെയ്യുവാനുള്ള സ്തോത്രം സകല ഫണ്ട് വരുവാൻ്റെ അയച്ചു. ഞങ്ങൾക്ക് അറിയത്തില്ല അബോർഷൻ ചെയ്യുകയാണെന്ന്. ഫണ്ട് വരുവാൻ്റെ അയച്ചിരുന്നു. പിറ്റേ ദിവസം സ്തോത്രം കോവിഡ് ബാധിച്ച് ഓപ്പറേഷൻ ചെയ്യേണ്ട ഡോക്ടർ സ്തോത്രം കോവിഡ് ബാധിച്ച മൂലം ഓപ്പറേഷൻ പോസ്റ്റ്പോൺ ചെയ്യുവാൻ അയച്ചിരുന്നു. അങ്ങനെ മൂന്നാമത്തെ ദിവസം വീണ്ടും വേറെ ഡോക്ടർ വന്ന് ഓപ്പറേഷൻ ചെയ്യുവാൻ വേണ്ടി വന്ന് നോക്കുമ്പോൾ ഫ്ലൂയിഡ് ചെക്ക് ചെയ്തപ്പോൾ ഫ്ലൂയിഡ് സ്തോത്രം പഴയ പോലെ നോർമൽ ആകുവാൻ അയച്ചിരുന്നു. ഹല്ലേലൂയ. ഞാൻ തിരിച്ച് സ്തോത്രം ഈ കാഠിന്യ ചികിത്സാ കേന്ദ്രത്തിൽ വന്നിട്ട് ഇത് ക്യാൻസൽ ചെയ്യുവാൻ ചെന്നപ്പോൾ അവരെന്നോട് ചോദിച്ചു, സ്തോത്രം അബോർഷൻ കഴിഞ്ഞോ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, എന്താ അബോർഷനാ? അബോർഷൻ ഒന്നും ചെയ്യാൻ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അബോർഷന് നിങ്ങൾ ഒപ്പിട്ട് കൊടുത്ത് അബോർഷൻ ചെയ്യുവാൻ വേണ്ടിയാണെന്ന് ആ സ്തോത്രം അവിടുത്തെ ഓഫീസർ പറയുമ്പോഴാണ് ഞാൻ അറിയുവാൻ അയച്ചത്. ദൈവമക്കളെ, ഹല്ലേലൂയ. ഞങ്ങൾ മാതാപിതാക്കളെ, ഞങ്ങൾ ഹല്ലേലൂയ സ്തോത്രം എൻ്റെ തലമുറ ഹല്ലേലൂയ സ്തോത്രം ഈ ലോകത്തിലേക്ക് വരണ്ട എന്ന് ഹല്ലേലൂയ അബോർഷൻ ചെയ്ത് കളയാനെന്ന് അറിയാതെ ഒപ്പിട്ട് കൊടുത്തപ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഉയരത്തിലെ ദൈവം ഹല്ലേലൂയ സ്തോത്രം ആ ലോകം എഴുതിയ വിധിയെ മാറ്റി എഴുതുവാൻ അയച്ചിരുന്നു. ഹല്ലേലൂയ. എനിക്ക് നിനക്ക് വിരോധമായി ലോകം ഒരു വിധി എഴുതിയാൽ അത് ജന്മം തന്ന മാതാപിതാക്കളാണെങ്കിൽ പോലും മാതാപിതാക്കളുടെ ലോകത്തിന്റെ വൈദ്യന്മാരുടെ വിധിയെ മാറ്റി എഴുതുവാൻ കഴിയുന്ന ദൈവിക പദ്ധതി ഹല്ലേലൂയ സ്തോത്രം വെറും 2 ദിവസം കൊണ്ട് വെളിപ്പെടുവാൻ അയച്ചിരുന്നു. ദൈവമക്കളെ, ഈ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമല്ല എന്ന് ആര് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കത്തില്ല. കാരണം കഴിഞ്ഞ 8 വർഷമായി എൻ്റെ ജീവിതത്തിൽ തുടർമാനമായി ഞാൻ അനുഭവിക്കൊണ്ടിരിക്കുന്നത് ഹല്ലേലൂയ സ്തോത്രം വിഷയമാ. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. ഈ ദൈവത്തെ പോലെ വേറൊരാളുമില്ല. യേശുവിന്റെ ദൈവത്തെ പോലെ വേറൊരു ദൈവമില്ല. സ്തോത്രം. ഈ ദൈവം എന്റെ ദൈവം. മരണപര്യന്തം സ്തോത്രം നമ്മൾ വിശ്വസ്തരായിരുന്നാൽ നമ്മൾ ജീവകിരീടം പ്രാപിക്കുവാൻ അയച്ചിരുന്നേ മക്കളെ. ഓ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഞാൻ വേഗത്തിൽ മടങ്ങി വരട്ടെ. ഹല്ലേലൂയ സ്തോത്രം. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന് ദാനമത്ര എന്ന് വരേണ്ടതിന് ഇത് മൺകൂടാരങ്ങളിൽ പകരപ്പെട്ടിരിക്കുന്നു. ഇന്ന് രാത്രി കർത്താവിനോടൊന്ന് പറയാമോ? ഒന്ന് കണ്ണുകളെ ഒന്ന് അടയ്ക്കാമോ? കർത്താവിനോട് പറയാമോ? കർത്താവേ, ഈ മൺകൂടാരത്തിൽ പകരപ്പെട്ടിരിക്കുന്ന ഈ അത്യന്ത ശക്തി പൊട്ടിപ്പോകാതെ വേണം. എന്റെ പ്രിയന്റെ കരങ്ങളിൽ തിരികെ ഏൽപ്പിക്കുന്നിടം വരെ ഇതിനെ കാത്തു സൂക്ഷിക്കുവാൻ സ്തോത്രം. നമ്മൾ ചർച്ചകൊണ്ട് ചെറിയൊരു സഭയാ. വലിയ ആൾപ്പരിപ്പൊന്നുമില്ല. പക്ഷേ കർത്താവേ, ഇത് എന്റെ പ്രിയന്റെ കരച്ച് തിരിച്ചേൽപ്പിക്കുന്നിടം വരെ, കാഹളം ധ്വനിക്കുന്നിടം വരെ, അല്ലെങ്കിൽ എന്റെ മരണം സംഭവിക്കുന്നിടം വരെ ഹല്ലേലൂയ സ്തോത്രം പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുവാൻ എന്നെ ഒന്ന് പ്രയോജനപ്പെടുത്തണമേ, എന്നെ ഒന്ന് ഉപയോഗിക്കണമേ എന്ന് ആരിന്ന് രാത്രി പറയുവാൻ തയ്യാറാകും? ശമനമന ഹടരശസിയ അർത്ഥമാനമാന ഭൗഷാദാന ഹറാബാനബന അർത്ഥമാനവാന ശന്തരവാനവരവ ഓറാമാനവ. നിന്റെ സാഹചര്യങ്ങൾ പ്രതികൂലമായിരിക്കാം. ഹല്ലേലൂയ സ്തോത്രം. നിനക്ക് വീഡിയോ ഓൺ ചെയ്യുവാൻ സാഹചര്യങ്ങൾ പ്രതികൂലമായിരിക്കും, എനിക്കൊരു വിഷയമല്ല. പക്ഷെ ഇന്ന് രാത്രി വീഡിയോ ഓൺ ചെയ്തില്ല എങ്കിൽ ഇന്ന് രാത്രി ഈ ശബ്ദത്തിന് മുമ്പിൽ ഒന്ന് സമർപ്പിക്കുവാൻ തയ്യാറാകുമോ? ഓ റബ, നീ ചിലപ്പോൾ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കാതിരിക്കാം. പക്ഷെ ഒരു സെക്കൻഡ് ദൈവസ്ഥ ഈ വചനത്തിന്റെ ഏതെങ്കിലും ഭാഗം ചിലപ്പോൾ കേട്ടിട്ടുള്ളതായിരിക്കാം. എനിക്കത് വിഷയമല്ല ദൈവമക്കളെ. പക്ഷേ ഇന്ന് രാത്രി ഒന്ന് ദൈവസ്ഥ സമർപ്പിക്കാമോ? കർത്താവേ, അങ്ങയുടെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുന്ന ഒരു പ്രവൃത്തിയും എന്റെ ജീവിതത്തിൽ ഉണ്ടാവല്ലേ. കാര്യം എന്താണെന്നറിയാമോ? ഞാൻ മൺപാത്രമാ. ഇന്ന് പറയാ, കർത്താവേ, ഞാൻ മൺപാത്രമാ, ഞാൻ ഉടഞ്ഞു പോകുന്ന മൺപാത്രമാ. ഞാനത് മനസ്സിലാക്കുന്നു. എനിക്ക് പുകഴുവാനില്ല കർത്താവേ, പ്രശംസിപ്പാനില്ല. എന്തെങ്കിലും പറയുവാനുണ്ടെങ്കിൽ അതെന്റെ പ്രാണപ്രിയന്റെ കാൽവരക്രിശ് മാത്രമാ. കാര്യം എന്താണെന്നറിയാമോ? ഇന്നലെ പറഞ്ഞതുപോലെ ഹല്ലേലൂയ സ്തോത്രം, ഈ കയ്യിൽ ഹല്ലേലൂയ സ്തോത്രം രക്തം ഹല്ലേലൂയ സ്തോത്രം പുറത്തേക്ക് ഒഴുകിപ്പോകാതെ വേണം ലോക്ക് ചെയ്യത്തക്ക രീതിയിൽ ഹല്ലേലൂയ സ്തോത്രം കാരിരുമ്പാണി അടിച്ചു കയറ്റിയിട്ട് അതിനെ ശുദ്ധരക്തവും അശുദ്ധരക്തവും തമ്മിൽ വേർപിരിക്കുവാൻ കഴിയാതെ ഹാർട്ടിനെ ബ്ലോക്ക് ചെയ്ത് കോമാ സ്റ്റേജിലേക്ക് കൊണ്ടുപോയി 7 ദിവസം കിടന്നിട്ട് സ്തോത്രം
ഒരു സുബോധമില്ലാത്തവനായി അലിയ മനുഷ്യൻ മരിക്കേണ്ട സ്ഥാനത്ത് എന്റെ പ്രാണപ്രിയൻ പൂർണ്ണ സുബോധത്തോടെ എന്നെ നിന്നെ അലിയ ഓർത്തിട്ട് പറഞ്ഞു, അലി എന്റെ നിന്നെ അല്ലെ ജനിക്കുന്നതിന് മുമ്പ് ലോക സ്ഥാപനത്തിന് മുമ്പ് അലിയ എന്റെ നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയപ്പോൾ മുതൽ ഹാലലിയ സ്തോത്രം 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 അല്ലെ ഞാനും നീയും അലിയ സ്വന്തം ഈ ഭൂമിയിൽ അല്ലെ അടക്കപ്പെടുന്നിടം വരെയല്ല, ജീവൻ പോകുന്നിടം വരെയല്ല, മറിച്ച് ഒരു നിത്യത വരെ എന്നെ നിന്നെ കൊണ്ടെത്തിക്കുവാൻ വേണ്ടി ഹാലലിയ എന്റെ പ്രാണപ്രിയൻ എനിക്ക് വേണ്ടി തകർക്കപ്പെടുവാനിടയായി ചേർന്നു. ഇന്ന് രാത്രി ആ പ്രാണപ്രിയന്റെ കരച്ചിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? കാൽവരി ക്രൂശിൽ കാണും സ്നേഹത്തിൻ പൂർണ്ണത. ശത്രുവാം എന്നെ ദൈവം മിത്രമാക്കിയേ, രക്തവും ചിന്തിയേശു എന്നെ രക്ഷിപ്പാനാ. എൻ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ, സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ, ദുഃഖത്തിൽ ആശ്വാസമാ, രോഗത്തിൽ സൗഖ്യമാ, ഘോര വിപത്തുകളിൽ എന്നെത്താ. ശാശ്വത ഭുജങ്ങളാൽ മാർവോടണച്ചിടും നിൻ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ. നെഞ്ചിലേക്ക് കരങ്ങളെ ചേർത്ത് വെച്ചിട്ടൊന്നുകൂടെ പറഞ്ഞാട്ടെ, ആ സ്നേഹസ്വരൂപൻ എന്റെ ആത്മസ്നേഹിതനാ. ഹാലലിയ തേനിലും മാധുര്യമുള്ള, തേനിലും തേൻകട്ടേക്കാൾ മധുരമുള്ള ഹാലലിയ ഈ പ്രാണപ്രിയൻ എന്റെ ആത്മസ്നേഹിതനാ. ദൈവമക്കളെ, ഇതിനപ്പുറം വേറെ എന്ത് വേണം? എന്ത് വേണം? എന്ത് വേണം? എന്ത് വേണം? ഓ അപ്പന്റെ കരച്ചിൽ ഏൽപ്പിച്ചു കൊടുക്കാമോ? അപ്പന്റെ കരച്ചിൽ ഏൽപ്പിച്ചു കൊടുക്കാമോ? പറഞ്ഞാണ്ട് കർത്താവേ, അങ്ങേ പിരിഞ്ഞിട്ട് പോകുവാൻ, അങ്ങേ ഇട്ടിട്ട് പോകുവാൻ എന്നെ അനുവദിക്കല്ലേ. എനിക്ക് അങ്ങനെ സ്നേഹം മാത്രം മതി കർത്താവേ. ഈ ലോകത്തിൽ എന്ത് പ്രാപിക്കുവാൻ കഴിഞ്ഞില്ല എങ്കിലും ഈ ലോകത്തിൽ കർത്താവിന്റെ സ്നേഹം മാത്രം മതി. ഓ കർത്താവേ, നിങ്ങളുടെ സന്നിധിയിലേക്ക് അടുത്തു വരിക. നിന്റെ ജനത്തെ സ്വർഗം അനുഗ്രഹിക്കണം കർത്താവേ. ഈ ലോകത്തിന്റെ മാലിന്യം ഏൽക്കല്ലേ സ്വർഗമേ. ഹാലലിയ അങ്ങയുടെ പിളർന്ന പാറയിൽ നിന്റെ ജനത്തെ മറയ്ക്കുമറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷിക്തനായ സ്തോത്രം. ബലം നിന്ന മനുഷ്യഭാഗ്യവാ. അങ്ങയുടെ മനസ്സിയോലേക്കുള്ള പെരുവിടയുടെ നിങ്ങളുടെ വചനം പറഞ്ഞു കർത്താവേ. അങ്ങ് തരുന്ന ബലത്തോടെ, അങ്ങ് തരുന്ന ശക്തിയോടെ ഈ വിശ്വാസ ജീവിതം, ഈ മരുഭൂയാത്ര തികയ്ക്കുവാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കുമറങ്ങണമേ. താറ്റി ഏൽപ്പിക്കുന്നു മഹത്വത്തിന് എനിക്ക് മാത്രം, യേശുവിൻ നാമം തന്നെ, ആമേൻ. ശ്രദ്ധയോടെ കേട്ടുകൊണ്ട് ദൈവജനത്തിൽ നന്ദി കടപ്പാട് അറിയിക്കുന്നു. അഭിഷിക്തനെ സ്തോത്രം. അഭിഷിക്തനോടും പ്രത്യേക സന്തോഷം അറിയിക്കുന്നു. നിങ്ങൾ ഓർത്തരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എൻ്റെ ഭാര്യ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം. തന്നൊരു സ്തോത്രം പ്രത്യേക ക്രിട്ടിക്കൽ സിറ്റുവേഷനിലാണ് കടന്നു പോകുന്നത്. സ്തോത്രം ഇന്നലെ ഹാലി സ്തോത്രം ദൈവാത്മാവ് തന്നോട് പറഞ്ഞു, സ്തോത്രം ആയിരിക്കുന്ന സ്ഥലത്തെ പാസ്റ്ററുടെ അല്ലെ ബന്ധു ഒരു വ്യക്തിയുടെ വീട്ടിൽ പോയി പ്രാർത്ഥിക്കുവാൻ ദൈവാത്മാവ് നിന്നെ ബലപ്പെടുത്തുമെന്ന് പറഞ്ഞു. അല്ലെ ദൈവത്തിൻ്റെ കൃപയാൽ ഹാലിസ് അവർ കടന്നുപോയി. ഹാലിസ് ആ ഭവനത്തോട് സുവിശേഷം അറിയിക്കുവാനിടയായി ചേർന്നു. അവർ ഹാലിസ് സഭയിൽ കടന്നു വരുവാൻ ഏൽക്കുവാനിടയായി ചേർന്നു. ഹാലിസ് ദൈവമക്കളെ, ഹാലിസ് ഒട്ടും വയ്യ, ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല, വെള്ളം കുടിക്കാൻ പറ്റത്തില്ല, താൻ ശാരീരികമായി വളരെ ക്ഷീണിതയാണ്. പക്ഷേ അവിടെയും കർത്താവിൻ്റെ അമിതബലത്താൽ തന്നെ കർത്താവ് ശക്തമായിട്ട് ഉപയോഗിക്കും. ദൈവമക്കളെ, ഹാലലിയ സ്തോത്രം. ഈ മരുഭൂമിയിൽ ക്ലേശം സഹിച്ചാലും ഹാലലിയ സ്തോത്രം കർത്താവിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹാലലിയ സ്തോത്രം തനിക്ക് ജീവൻ ആയുസ് തരുന്നിടത്തോളം കർത്താവിന് വേണ്ടി ശക്തിയോടെ നിൽക്കുവാൻ ഹാലലിയ സ്തോത്രം ഞങ്ങളെ കുടുംബമായി ദൈവങ്ങളെ ഏൽപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ആത്മാർത്ഥമായി അപേക്ഷിക്കുന്നു. ഗോഡ് ബ്ലസ് യു. താങ്ക് യു. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ആലോചനകൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ നമ്മയോട് ശക്തമായിട്ട് ഇടപെടുവാനിടയായി, ദൈവിക ആലോചനകളെ കർത്താവ് നൽകി തരുവാനിടയായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ ദൈവ സാന്നിധ്യം കൊണ്ട് നാം ആയിരുന്ന ഇടങ്ങളിൽ ഓ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രവർത്തിച്ച കൃപകൾക്കായി നന്ദിയോട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. സ്തോത്ര, സ്തോത്ര. അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചു. അവസാനമായി വചനം
വചനത്തിന്റെ ദൂതുകൾ ഹല്ലേലൂയ. ഈ അത്യന്ത ശക്തി ഹല്ലേലൂയ നമ്മുടെ സ്വന്തമല്ല. ഹല്ലേലൂയ. ഓ സ്വതന്ത്രം നമ്മളിൽ ഹല്ലേലൂയ നമ്മുടെ ശരീരമാകുന്ന മൺകൂടാരങ്ങളിൽ കർത്താവ് പകർന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. അത്യന്ത ശക്തി നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഓ കർത്താവിന് വേണ്ടി ശക്തമായി നിൽക്കുവാൻ, കർത്താവിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെടുവാൻ, കർത്താവിന്റെ നാമം ഉയർത്തുവാൻ, ഓ ശത്രുവിനെതിരെ പോരാടുവാൻ, അന്ധകാര ശക്തികൾക്കെതിരെ ഹല്ലേലൂയ ഓ സ്വതന്ത്രം ജയം ഘോഷിക്കുവാൻ. ഹല്ലേലൂയ. ഈ അത്യന്ത ശക്തി നമ്മുടെ മേൽ പകർന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതിനെ അന്ത്യത്തോളം സൂക്ഷിക്കുവാൻ ദൈവസന്നിധിയിലേക്ക് നമ്മെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓ പിതാവായ ദൈവത്തിന്റെ ഹല്ലേലൂയ ഓ പരിജ്ഞാനത്തിൽ ഹല്ലേലൂയ ജ്ഞാനത്തിന്റെയും ഓ വെളിപ്പാടിന്റെയും ഹല്ലേലൂയ ഓ ആത്മാവിനെ തരേണ്ടതിന് ഹൃദയത്തെ ഹല്ലേലൂയ. ഓ ക്രിസ്തുവിന്റെ വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയായി ഹല്ലേലൂയ ഓ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവദാസൻ ജോൺ ബാസ് പ്രാർത്ഥിച്ച് ആസ്വാദത്തോടുകൂടി മീറ്റിംഗ് അവസാനിപ്പിക്കുന്നു. കർത്താവേ സ്തോത്രം 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 സ്തോത്രം. സ്വർഗീയ പിതാവേ, നല്ല കർത്താവേ, നല്ല രാത്രിക്കായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, രാത്രി ഞങ്ങളെ കൂടി വന്ന സമയം മുതൽ ഇതുവരെയും വലിയവനായ ദൈവത്തിന്റെ കൃപ അനുഭവിപ്പാൻ സ്വർഗപടയാക്കിയ കൃപയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിനെ പാടുവാനും പ്രാർത്ഥിപ്പാനും ഒക്കെ നൽകി തന്ന നല്ല കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ, പ്രാർത്ഥനയിൽ കൂടെ ഞങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കുവാൻ കർത്താവ് ഒരുക്കി തന്ന വിലയേറിയ സാവകാശത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഈ രാത്രിയിൽ കർത്താവെ ഞങ്ങളെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത ദൈവവചനത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത് എന്ന വചനത്തെ ആധാരമാക്കി ഇവരെ കേൾപ്പിച്ച കർത്താവെ, ദൈവത്താവെ, വചനത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളിൽ പകർന്നിരിക്കുന്ന ആത്മാവിന്റെ ശക്തി കോട്ടകളെ ഇടിപ്പാൻ ശക്തിയുള്ള കർത്താവിന്റെ വചനമായിരിക്കാൽ നദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, സ്തോത്രം ചെയ്യുന്നു. സൗഖ്യമാക്കുവാൻ കഴിവുള്ള, വിടുവിക്കുവാൻ കഴിവുള്ള, സാധ്യങ്ങളെ സാധ്യമാക്കുവാൻ കഴിവുള്ള കർത്താവെ, അന്ധകാര ശക്തികളുടെ മേൽ പോരാടുവാൻ കഴിവുള്ള ദൈവത്തിന്റെ ശക്തിക്കായി കർത്താവെ ഞങ്ങളെ സ്തുതിക്കുന്നു. കർത്താവെ, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞങ്ങളെ തകർത്ത് കളയുവാൻ, രോഗമിട്ട് പോരാടുവാൻ പോരാടുന്ന രോഗശക്തികളുടെ മേൽ കർത്താവെ വചനത്തിന്റെ ശക്തിയാൽ ഇന്ന് രാത്രിയിൽ അതിന്റെ നടുവിൽ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, സ്തോത്രം. വിധങ്ങളാകുന്ന വിഷയങ്ങളിൽ ഭാരപ്പെടുന്ന അവിടുത്തെ ജനത്തെ കർത്താവിന്റെ കരങ്ങളിൽ രാത്രിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, സ്തോത്രം. ഞങ്ങളുടെ പകർന്നിരിക്കുന്ന ആത്മാവിന്റെ ശക്തിയാൽ കർത്താവെ സകലതും കഴിയുമെന്ന് കർത്താവെ ഇന്ന് രാത്രി ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവെ, സ്തോത്രം. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന കർത്താവിന്റെ വചനപ്രകാരം ഞങ്ങളിൽ പകർന്നിരിക്കുന്ന ആത്മാവിന്റെ ശക്തിയാൽ ഇന്ന് രാത്രിയിൽ കർത്താവ് വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്തോത്രം. അവിടുത്തെ കരം വെളിപ്പെടുമാറകടമേത് പ്രാർത്ഥിക്കുന്നു. അതിനെ ശുശ്രൂഷിച്ച ഞങ്ങളുടെ ദാസനായി പ്രാർത്ഥിക്കുന്നു. വളരെ പ്രതിസന്ധികളിൽ കൂടെ താൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. സ്വർഗത്തിലെ കർത്താവ് തന്നെ സഹായിക്കണമേ. കുടുംബമായി ബലപ്പെടുത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തന്റെ വൈഫിനായി സ്തോത്രം. രോഗാവസ്ഥയിലായിരിക്കുന്നുവെങ്കിലും കർത്താവിന്റെ ആമേൻ സ്തോത്രം. ആ നാമത്തിന് വേണ്ടി ദിവസങ്ങളിൽ ചെയ്യുന്ന പ്രവൃത്തികൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ, താൻ രോഗിയായിരിക്കുമ്പോൾ തന്നെ രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവം കൊടുത്തിരിക്കുന്ന കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ, അവരുടെ കുടുംബമായി കർത്താവിന്റെ വേലയിൽ പ്രയോജനപ്പെടുവാൻ ദൈവം സഹായിക്കണം. ഞങ്ങളുടെ ദാസിയെ സൗഖ്യമാക്കേണ്ടതിനായി പ്രാർത്ഥിക്കും. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന് കർത്താവിന്റെ വചനപ്രകാരം അനേകരുടെ മധ്യത്തിൽ കർത്താവെ സാക്ഷ്യമായി നിൽക്കുവാൻ ദൈവം നിന്നെ ഉപയോഗിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്തോത്രം ചെയ്യുന്നു. നിരകുജരായി പ്രാർത്ഥിക്കുന്ന നിരകിച്ചാട്ട് ബലപ്പെടുത്തിയാട്ട് കർത്താവെ, അവിടെയുള്ള ദൈവസഭയ്ക്കായി പ്രാർത്ഥിക്കുന്നു. പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം. സ്വർഗം അംഗമാരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു.
കർത്താവിന്റെ ദാസനായി പ്രാർത്ഥിക്കുന്നു. കുടുംബമായി അനുഗ്രഹിക്കണമേ. നിത്യം കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കണേ. നാട്ടിലായിരിക്കുന്നല്ലോ കർത്താവ് കൃപയിൽ ബലപ്പെടുത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അനിലിനായി പ്രാർത്ഥിക്കുന്നു. ജോഡിക്കായി പ്രാർത്ഥിക്കുന്നു. അവിടെ വിഷയങ്ങളുമെല്ലാം ദൈവം പ്രവർത്തിക്കണമേ. കർത്താവെ അത്ഭുതകരമായി അങ്ങ് പ്രവർത്തിക്കേണ്ടതിനായി സ്തോത്രം. ജോഡിയുടെ മമ്മിക്കായി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ചായിട്ട് ദൈവകൃപയിൽ സൂക്ഷിക്കണമേ. കർത്താവ് മറ്റെല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെ വിഷയങ്ങളുടെ മേലും കർത്താവിന്റെ കരം വെളിപ്പെടുന്നതിനായി പ്രാർത്ഥിക്കുന്നു. ആന്റണിക്കായി പ്രാർത്ഥിക്കുന്നു. ജിൻസിക്കായി, ജോജി ജിൻസി കുഞ്ഞിനായി കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഇസ്ലാമായിക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ വിഷയത്തിനും മേലും കർത്താവിന്റെ കരം വെളിപ്പെടേണ്ടതിനായി സ്തോത്രം. കർത്താവെ സ്തുതിക്കുന്നു. ഇമ്മാനുവേലായി പ്രാർത്ഥിച്ചാട്ടെ. ഈ രാത്രിയിൽ കർത്താവ് നൽകി തന്ന കൂട്ടായ്മയ്ക്കായി സ്തോത്രം. ഈ രാത്രിയിൽ കർത്താവെ ഞങ്ങൾ പിരിയാത്ത സാന്നിധ്യം കൂടെ ഇരിക്കും. സമ്പൂർണമായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ യാചിക്കുന്നു. കേൾക്കണം പരിശുദ്ധ നല്ല പിതാവേ. ആമേൻ. പിതാവാ ദൈവത്തിന്റെ സ്നേഹവും കർത്താവാ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും ഇന്ന് രാത്രിയിൽ ഐശ്വര്യമായ കർത്താവിന്റെ വചനം ശുശ്രൂഷിച്ച കർത്താദാസനോട് പ്രവർത്തനങ്ങളോടുകൂടി ഇന്നേക്ക് കർത്താവിന്റെ വരവോളം കൃപ കൊണ്ടിരിക്കുമാറാകട്ടെ. ആമേൻ. ഇറക്കപ്പെട്ട കുഞ്ഞാടിന്റെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാ ദൈവജനങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കുന്ന ദൈവദാസന്മാരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി അനുഗ്രഹിക്കപ്പെട്ട വചനത്തിലെ ദൂതുകൾ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നമുക്ക് പകർന്നു തന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബ്ലസ്സിനോടുള്ള നന്ദിയും സ്നേഹവും വ്യക്തിപരമായും സഭയായും ഇന്ന് രാത്രി അറിയിക്കുന്നു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ബലത്തോടെ നമുക്ക് കടന്നു പോകാൻ കർത്താവ് അനുഗ്രഹിക്കാൻ നല്ലൊരു വീക്ക് എല്ലാവർക്കും ആശംസിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.